പട്ടണത്തിൻ്റെ മിക്ക സൗകര്യങ്ങളുമുള്ള മനോഹരമായ ഒരു ഗ്രാമം. അവിടെ ഉണ്ണിക്കുട്ടനും അമ്മയും അവൻ്റെ ഏട്ടൻ മനുവുമാണ് താമസം. അച്ഛൻ ലോറി ഡ്രൈവറാണ്. ലോഡും കൊണ്ട് ദൂരേക്ക് പോയാൽ പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞേ വരാറുള്ളൂ. പിന്നെ മനുവിന് അവരുടെ വീട്ടിൽ നിന്നും 10-15 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. പിന്നെ ഉണ്ണി +2 തോറ്റ് കുറേ തവണ പരീക്ഷയും എഴുതി വെറുതെ നടക്കുവാണ്. പിന്നെ മനുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് 1 മാസമായി കാണും. എന്തായാലും നല്ല ചരക്ക് സുന്ദരിയായ ഏട്ടത്തിയമ്മയെ കണ്ട് ഉണ്ണിക്ക് ഏട്ടനോട് ചെറിയ അസൂയ തോന്നാതിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഉണ്ണിയുടെ കൂട്ടുകാരൻ അവൻ്റെ മൊബൈലിൽ ഒരു കൂട്ടം സെൻഡ് ചെയ്ത് കൊടുത്തത്. അത് കാണുന്നത് ആദ്യമായിട്ടല്ലെങ്കിലും അത്രയും വിശദമായി കാണുന്നത് അന്നായിരുന്നു. കൊള്ളാം, അവൻ കഥ കടച്ചു. പിന്നെ വേറെ ലോകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തളർന്നുറങ്ങിപ്പോയി. പെട്ടെന്നാണ് അമ്മ കതകിൽ തട്ടി വിളിച്ചത്. എടാ, കതക് തുറക്കടാ. എടാ, നിന്നോട് പറഞ്ഞേ തുറക്കാൻ. അത് കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, വിളി കേട്ടാൽ തോന്നും തല്ലാൻ വിളിക്കുവാണെന്ന്. അവൻ ചെന്ന് കതക് തുറന്നു. എന്താ അമ്മേ? നീ എന്താടാ രാവിലെയും ഉറങ്ങുവാണോ? അത് അമ്മേ, ഒരു ക്ഷീണം, അതാ. നിന്റെ ക്ഷീണം ഇപ്പോൾ കുറച്ച് കൂടുന്നുണ്ട്. അമ്മ കണ്ണുരുട്ടിക്കൊണ്ട് അങ്ങനെ പറഞ്ഞതും അവൻ ചമ്മി. എടാ, നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും വന്നിട്ടുണ്ട്. നീ വേഗം ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വാ. അത് കേട്ടതും അവൻ ചിന്തിച്ചു. അവർ വന്നു. ഇന്നിനി രാത്രി പല ശബ്ദങ്ങളും കേൾക്കുമല്ലോ. ചുമ്മാ മനുഷ്യന്മാരുടെ മനസ്സിളക്കാൻ അവൻ ഓർത്തു. എടാ, വായും പൊളിച്ചു നിൽക്കാതെ സാധനം വാങ്ങി വരാൻ. അമ്മേ, എന്തൊക്കെയാ വേണ്ടേ? ഞാൻ പറയാം, നീ പേപ്പറിൽ എഴുതിയെടുത്തോ. അങ്ങനെ അമ്മ ഓരോ സാധനങ്ങളായി പറയാൻ തുടങ്ങി. അവൻ എല്ലാം പേപ്പറിൽ എഴുതിയെടുത്തു. ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങാൻ അമ്മയ്ക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? എടാ, അവൻ വന്നപ്പോൾ കുറച്ച് കാശ് കയ്യിൽ പിടിപ്പിച്ചേച്ചും പോയി. അത് കൊള്ളാം. എന്നാൽ പിന്നെ കടയിൽ നിന്നും മറ്റേ പുസ്തകം വാങ്ങിച്ചേക്കാം, അവൻ ചിന്തിച്ചു. അങ്ങനെ അവൻ കടയിലേക്ക് ചെന്നു. ദാമോദരേട്ട, ഈ സാധനങ്ങളൊക്കെ വേണം, അവൻ ലിസ്റ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീ വന്നോ ഉണ്ണി? എന്താ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ? വായനാശീലമൊക്കെ നിർത്തിയോ? പിന്നെ മറ്റേ പുസ്തകം പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ, അയാൾ ഒരു കളച്ചിരിയോടെ പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. അയാളുടെ ഉറക്കെയുള്ള ആ വർത്തമാനവും അങ്ങോട്ടേക്ക് ഗിരിജ ആൻറ്റി വന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ തന്നെ ഉണ്ണി ആകെ ചൂളിപ്പോയി. നാണക്കേടായല്ലോ. അവൻ മിണ്ടാതെ നിന്നു. ഗിരിജ ആൻറ്റി അവനെ നോക്കി ഒരു ചിരി ചിരിച്ചതും ചമ്മി നിൽക്കുമായിരുന്ന അവൻ എങ്ങനെയോ ചിരിച്ചു കാട്ടി. പിന്നെ അവർ എന്തോ പാക്കറ്റ് കറി പൗഡറോ മറ്റോ വാങ്ങിച്ചിട്ട് പോയി. എന്താ ദാമോദരേട്ടാ ഇത്? മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, അതിനെന്താ? അത് നീ വലിയ കാര്യമാക്കണ്ട. പുള്ളിക്കാരി നമ്മുടെ ആളാ, അയാൾ ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? അതേ മോനെ, എല്ലാ ആഴ്ചയും വാങ്ങാറുണ്ട്. നല്ല വായനക്കാരിയാ. ആണോ? അത് കൊള്ളാലോ. ഏതായാലും അതിലെ കഥകളൊക്കെ വായിക്കുമ്പോൾ തനിക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ആലോചിക്കാറുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ തനിക്കൊരു കൂട്ടായല്ലോ, അവൻ ചിന്തിച്ചു. ഉണ്ണിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗിരിജ ആൻറ്റിയുടെ വീട്. പലപ്പോഴും ഗിരിജ ആൻറ്റി അവരുടെ വീട്ടിലേക്ക് വന്ന് അമ്മയോടും അവനോടുമൊക്കെ സംസാരിക്കാറുള്ളതാണ്. അങ്ങനെ അവൻ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് നടന്നു. സഞ്ചി ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ, സൈക്കിൾ എടുക്കാമായിരുന്നു. അല്ല, അത് പഞ്ചറാണല്ലോ. അങ്ങനെ അതും ചിന്തിച്ച് അവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറവേ പെട്ടെന്ന് വീട്ടുമുറ്റത്ത് പുറം തിരിഞ്ഞു നിന്ന് ഏട്ടനോട് സംസാരിക്കുന്ന ഒരു ആൻറ്റിയെ കണ്ട് അവൻ കണ്ണ് വീഴ്ച നോക്കി. ദൈവമേ, ഇതാരാ? നല്ല കിടിലൻ ആൻറ്റിയാണല്ലോ. കൊള്ളാം. ഏട്ടൻ്റെ പുതിയ ലൈൻ വല്ലതുമായിരിക്കുമോ എന്നും ചിന്തിച്ച് അവൻ നടന്നതും പെട്ടെന്ന് മനു തിരിഞ്ഞു നോക്കി. നീ ഇവിടെ പോയേക്കുമായിരുന്നു? കടയിൽ പോയതായിട്ടാ. അവനത് പറഞ്ഞതും കൂടെയുള്ള ആൻറ്റിയും തിരിഞ്ഞു നോക്കിയതും ഉണ്ണി ഞെട്ടി. ദൈവമേ, അപ്പോൾ ഇത് ഏട്ടത്തിയമ്മയായിരുന്നു, അവൻ ചിന്തിച്ചു. ഹലോ ഉണ്ണിക്കുട്ട, അവൾ അവനെ നോക്കി ചിരിച്ചു. ഹലോ ഏട്ടത്തി, സുഖമാണോ? സുഖം. നിനക്കോ? സുഖം ഏട്ടത്തി. ഞാൻ ഈ സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. ഓക്കെ, ശരിയടാ. അങ്ങനെ അവൻ വീടിനകത്തേക്ക് കയറി. ഏട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇത്രയും വണ്ണം വെച്ചോ? അതിന് മാത്രം ഏട്ടൻ ഇതെന്താണാവോ ചെയ്യുന്നേ? അതോ ഏട്ടത്തി ഭക്ഷണം കഴിക്കുന്നത് കൂട്ടിയോ? അവൻ ഓരോന്ന് ചിന്തിച്ച് അടുക്കളയിൽ ചെന്നു. ഇതാ അമ്മ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. നിനക്കൊന്നും വാങ്ങിയില്ലടാ.
ആ 5 രൂപയ്ക്ക് മിഠായി വാങ്ങി കഴിച്ചു, ഇതാ ബാക്കിയെന്നും പറഞ്ഞ് അവൻ പൈസ കൊടുത്തു. പിന്നെ അവൻ വേഗം മുറിയിൽ ചെന്നു. എന്നിട്ട് അരയിൽ തിരികെ വെച്ചിരുന്ന പുസ്തകമെടുത്ത് മറച്ചു നോക്കി. കൊള്ളാം, ഈ ലക്കം പുതിയ ഐറ്റമൊക്കെ വന്നിട്ടുണ്ട്, ഇന്ന് രാത്രി വായിക്കാം എന്നും കരുതി അവൻ അതെടുത്ത് കിടക്കയുടെ അടിയിൽ വെച്ചു. പിന്നെ താഴേക്ക് ചെന്നു. അപ്പോൾ അമ്മ അടുക്കളയിൽ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുമായിരുന്നു. സഹായത്തിനായി ഏട്ടത്തിയമ്മയുമുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ചുരിദാറാണ് വേഷം. വണ്ണം വെച്ചത് കൊണ്ട് എല്ലാം ഇറുക്കമുള്ളതായിരിക്കുന്നു. ഇപ്പോൾ കീറും എന്ന പോലെ. ഏട്ടൻ എവിടെയാ പോയ ഏട്ടത്തിയമ്മേ? അവൻ്റെ ചോദ്യം കേട്ട് പച്ചമുളക് അരിയുമായിരുന്ന അവൾ അവനെ തിരിഞ്ഞു നോക്കി. എടാ, ഏട്ടൻ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയേക്കുവാ. ഉവ്വ, വായി നോക്കാൻ പോയതാവും. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ നോക്കി. അതൊക്കെയുണ്ടോ ഏട്ടന്? എന്നിട്ട് എന്നോട് പറഞ്ഞത് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു എന്നാണല്ലോ. ഓ, അത് ഏട്ടൻ ചുമ്മാ പുളിവടിച്ചതാ. ഏട്ടന് മുൻപ് ഒരു ലൈൻ ഉണ്ടായിരുന്നു. അത് കേട്ട് ഏട്ടത്തി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. എന്നിട്ട് എന്തുണ്ടായി? ഏട്ടത്തിയുടെ ചോദ്യം. എടാ, നിന്റെ പരദൂഷണം അവൻ കേട്ടാലുണ്ടല്ലോ. പെട്ടെന്ന് അമ്മ ഇടയിൽ കയറി പറഞ്ഞു. ഓ, കേട്ടാൽ എന്താ? സത്യമല്ലേ ഞാൻ പറഞ്ഞതൊക്കെ? ഓ പിന്നെ ഒരു സത്യം, അവൻ നിന്നെപ്പോലെ +2 തോറ്റ് നടപ്പല്ല. അവൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നല്ല ജോലി വാങ്ങിക്കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രേമവും മറ്റുമൊക്കെ ഉണ്ടാവുന്നത് സാധാരണയാണ്. അമ്മ ആ വിഷയം ഒതുക്കാനായി അങ്ങനെ പറഞ്ഞു. ഓ, എന്നാൽ ഞാനൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞ് അവൻ പിന്നാമ്പുറത്ത് കൂടി ഇറങ്ങി. തൊട്ടടുത്തുള്ള അവൻ്റെ കൂട്ടുകാരൻ സംഗീതിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഗിരിജ ആൻറ്റിയുടെ മോനാണ് സംഗീത്. എടാ സംഗീതെ, അവൻ ഉറക്കെ വിളിച്ചു. പക്ഷേ മറുപടിയൊന്നും ഉണ്ടായില്ല. അവനെയാണെങ്കിൽ കാണുന്നുമില്ല. വീടിൻ്റെ മുൻപിലത്തെ ഡോറാണെങ്കിൽ തുറന്നു കിടപ്പായിരുന്നു. അവൻ ജനാലിൽ കൂടി നോക്കിയപ്പോൾ ഒരു മുറി അടച്ചിട്ടിരിക്കുന്നു. ഗിരിജ ആൻറ്റിയെങ്കിലും കാണേണ്ടതാണല്ലോ, ഇതെവിടെ പോയി? പെട്ടെന്നാണ് അവന് അത് ഓർമ്മ വന്നത്. ഓ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ. അവൻ്റെ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ദിവസം. ശനിയും ഞായറുമാണ് അങ്ങേർക്ക് അവധി. വന്നാൽ പിന്നെ പലപ്പോഴും മുറിയും അടച്ച് ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ. സംഗീത എവിടെ പോയാവോ എന്നും ചിന്തിച്ച് അവൻ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങി നോക്കി തിരികെ വീട്ടിലേക്ക് പിന്നാമ്പുറത്ത് കൂടി കയറി. അപ്പോൾ അടുക്കളയിൽ ഏട്ടത്തി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എവിടെ ഏട്ടത്തി? നീ വന്നോ? അമ്മ കുളിക്കാൻ കയറിയിരിക്കുക എന്ന് മൂളിക്കൊണ്ട് അവൻ ഹാളിലേക്ക് പോകാൻ നിൽക്കവേ അവൾ പറഞ്ഞു. എടാ, എങ്ങും പോകല്ലേ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ. എന്താ ഏട്ടത്തി? അവൻ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. എടാ, പതുക്കെ പറ, അമ്മ കേൾക്കേണ്ട. നമുക്ക് ഉമ്മറത്തിരുന്ന് സംസാരിക്കാം. നീ ചെല്ല്, ഞാൻ ഇപ്പോൾ ഈ ജോലി തീർത്തിട്ട് ഉടനെ വരാം. ശരി ഏട്ടത്തി എന്നും പറഞ്ഞ് അവൻ ഉമ്മറത്തേക്ക് നടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടത്തി ഉമ്മറത്തേക്ക് വന്നു. ഏട്ടത്തി 2 കൈയും പൊക്കി മുടി ഒതുക്കി കെട്ടി വെക്കുമ്പോൾ ആ 2 കക്ഷവും വിയർത്തോട്ടിയിരിക്കുന്നത് ഉണ്ണി ശ്രദ്ധിച്ചു. എന്താ ഏട്ടത്തി, താഴ്ന്നു പോയോ? ഏയ് ഇല്ലടാ എന്നും പറഞ്ഞ് ഏട്ടത്തി അവനിരിക്കുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ചെന്നിരുന്നു. എടാ, നീ നേരത്തെ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്താ ഏട്ടത്തി, ഏട്ടൻ്റെ കാര്യമാണോ? അതെ. അത് ഞാൻ വെറുതെ ഓരോന്ന്. അവൻ അത്രയും പറഞ്ഞ് പരുങ്ങി. എടാ, നീ ചുമ്മാ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ? ഏട്ടത്തി, അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതെ, ഏട്ടന് മുൻപ് വേറെ ലൈൻ ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് അവർ പ്രേമിച്ചു. എത്ര കാലം? ഏട്ടത്തി അത് പറയടാ. ഒരു 2 വർഷമൊക്കെ. ഓ, അപ്പോൾ അവർ തമ്മിൽ എന്നും കാണാറുണ്ടായിരിക്കുമല്ലോ. കാണാറുണ്ട്. ഏട്ടൻ്റെ ഓഫീസിനടുത്ത ആ ചേച്ചിയുടെയും ഓഫീസ് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ. ഓ, അപ്പോൾ അവർ എന്നും അങ്ങോട്ട് പോക്കും വരവുമൊക്കെ ഒന്നിച്ചായിരിക്കുമല്ലോ അല്ലേ? അതെ, ഏട്ടനും ചേച്ചിയും എന്നും ബൈക്കിലാണ് പോകാറ്. അപ്പോൾ അത്രയും അടുപ്പമുണ്ടായിരുന്നല്ലേ? അപ്പോൾ അത്രയും അടുപ്പമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവർ തമ്മിൽ അതും നടന്നിട്ടുണ്ടാകുമല്ലോ. ഏട്ടത്തിയുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടി. അല്ലടാ. ഏട്ടത്തി അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൻ്റെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. എടാ, നീ പറയുന്നുണ്ടോ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഏട്ടത്തിയുടെ മുഖഭാവം പെട്ടെന്ന് മാറിയത് കണ്ട് ഉണ്ണി വിയർക്കാൻ തുടങ്ങി. സത്യം പറയാം ഏട്ടത്തി. അതെ, അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. എൻ്റെ കമ്പ്യൂട്ടറിൽ അവരുടെ ചിത്രങ്ങളൊക്കെയുണ്ട്. പിന്നെ അവർ ഉമ്മ വെക്കുന്നതിൻ്റെയും ഉണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് ഇത്രയും നാൾ അവൻ എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. അതും പറഞ്ഞ് ഏട്ടത്തെ വിഷമിക്കുന്നത് കണ്ട് ഉണ്ണിക്കാകെ വല്ലാതായി. ഷെടാ, ഇതിപ്പോൾ വലിയ പ്രശ്നമാകുമോ ദൈവമേ എന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഏട്ടത്തി ഉണ്ണിയുടെ കയ്യിൽ പിടിച്ചത്. എടാ,
എന്നെ പറ്റിച്ച അവനെ എനിക്കും പറ്റിക്കണം. അത് കേട്ട് ഒരു ഞെട്ടലോടെ അവൻ ഏട്ടത്തിയെ നോക്കി. പക്ഷേ എങ്ങനെ? അവൻ വിക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ പേടിയോടെയുള്ള ഇരുത്തം കണ്ട് ഏട്ടത്തിക്ക് ചിരി വന്നു. പിന്നെ അവൾ പതിയെ അവൻ്റെ കാതിൽ പറഞ്ഞു. അത് കേട്ട് അവൻ ഞെട്ടി.